ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസ് ജുഡിക്കേറ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്തതാണ്. റെസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 10 ഓഫ് ദി CPC സിവിൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 10 റെസ് സബ്ജുഡൈസ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ പറയുന്നത്. എന്താണ് റെസ് സബ്ജുഡൈസ്? റെസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓൾറെഡി ഒരു കോടതിയുടെ മുമ്പിൽ ഒരു കേസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കാര്യം വേറെ കോടതിയുടെ മുമ്പിൽ വീണ്ടും ആ ഒരു മാറ്റർ വീണ്ടും കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല എന്നാണ് ഇവിടെ പറയുന്നത്. റെസ് സബ്ജുഡിക്കേറ്റ എന്നതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഡിസൈഡഡ് ആയിട്ടുള്ള മാറ്റർ വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പറ്റൂല എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ജഡ്ജ്മെന്റ് ആയിട്ടില്ല. ഹൈക്കോടതിക്ക് 34 ബെഞ്ച് ഉണ്ട്. ഒന്നാമത്തെ ബെഞ്ചിൽ നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്ത് അവിടെ ഹിയറിംഗിന് വെച്ചേക്കുവാണ്, പോസ്റ്റ്പോൺ ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓടിപ്പോയി മൂന്നാമത്തെ കോടതി ഒന്നുകൂടെ കേസ് കൊടുത്തു. ഇത് പറ്റൂല. അപ്പൊ കോടതി പറയും സ്റ്റേ ഓഫ് സ്യൂട്ട്. അപ്പൊ കോടതി റെസ് സബ്ജുഡൈസ് ആണെന്ന് പറയും, ഈ സ്യൂട്ട് സ്റ്റേ ആണെന്ന് പറയും. കാരണം ഓൾറെഡി സെയിം കാര്യം മുമ്പ് ഒരു കോടതിയിൽ പെൻഡിങ്ങിലാണ്. അപ്പോ രണ്ടാമത് പെൻഡിങ്ങിലായിരിക്കുന്ന സ്യൂട്ട് ഒന്നുകൂടെ അതേ കോടതിയിൽ കൊടുക്കാൻ പറ്റൂല. സെക്ഷൻ 10 റീഡ്സ് ദസ് റെസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേ ഓഫ് സ്യൂട്ട്. സ്യൂട്ട് സ്റ്റേ ചെയ്യുന്നതിനാണ് റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത്. സെക്ഷൻ 10 എങ്ങനെയാ വായിക്കുന്നത്? നോ കോർട്ട് ഷാൽ പ്രൊസീഡ് വിത്ത് ട്രയൽ ഓഫ് എനി സ്യൂട്ട് ഇൻ വിച്ച് ദി മാറ്റർ ഇൻ ഇഷ്യൂ. ഒരു കോടതി ഒരു സ്യൂട്ടിന്റെ ട്രയൽ എടുക്കാൻ പാടില്ല. ആ ഒരു മാറ്റർ, ആ ഒരു സ്യൂട്ടിന്റെ മാറ്റർ ഇൻ ഇഷ്യൂ ആയിട്ടുള്ള കാര്യം ഇറ്റ് ഇസ് ഓൾസോ ഡയറക്ട്ലി ആൻഡ് സബ്സ്റ്റാൻഷ്യലി ഇൻ ഇഷ്യൂ ഇൻ ദി പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സ്യൂട്ട്. ഇതിന് തൊട്ട് മുമ്പ് വന്ന സ്യൂട്ടിൽ ഇതേ മാറ്റർ തന്നെയായിരുന്നു ബിറ്റ്വീൻ ദി സെയിം പാർട്ടീസ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം പാർട്ടീസ് അണ്ടർ ദി ഹൂം ദേ ആർ എനിത്തിങ് ക്ലെയിമിംഗ് ലിറ്റിഗേറ്റിംഗ് അണ്ടർ ദി സെയിം ടൈറ്റിൽ. സെയിം പാർട്ടിയാണ്, സെയിം ടൈറ്റിലുമാണ്, പ്രീവിയസ്ലി കോടതിയുടെ മുമ്പിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതുമാണ്. എങ്കിൽ സെയിം കേസ് ഒന്നുകൂടെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ കോടതിയുടെ മുമ്പിൽ അത് അപ്പിയർ ചെയ്യിക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല. സ്റ്റേ ഓഫ് സ്യൂട്ട് ആണ്. രണ്ടാമത് വന്ന സ്യൂട്ടിനെ സ്റ്റേ ചെയ്യും. കാരണം എന്താ? ഓൾറെഡി അത് പെൻഡിങ് ആണ്, ഓൾറെഡി അത് പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കേസാണ്. എങ്കിൽ അണ്ടർ ദി സെയിം ടൈറ്റിൽ വേർ സച്ച് സ്യൂട്ട് ഇസ് പെൻഡിങ് ഇൻ ദി സെയിം ഓർ എനി അതർ കോർട്ട് ഇൻ ഇന്ത്യ ഹാവിംഗ് ജുറിസ്ഡിക്ഷൻ ടു ഗ്രാന്റ് റിലീഫ്. അവിടെ ശ്രദ്ധിക്കണം, ഇന്ത്യ എന്ന വാക്ക് അവിടെ ശ്രദ്ധിക്കണം. ഇന്ത്യയിലുള്ള കോടതികളിൽ അത് പെൻഡിങ്ങിലാണെങ്കിൽ മാത്രമാണ് ഒരു കോടതിക്ക് മറ്റൊരു കോടതിയുടെ കേസ് എടുക്കുക. ഇപ്പൊ ഒരു കോടതി ഇന്ത്യയുടെ അകത്തുള്ള ഒരു ഏതെങ്കിലും ഒരു പ്രസിനറി ജുറിസ്ഡിക്ഷൻ ഒക്കെ ഉള്ള മാറ്റർ ആണെന്ന് വിചാരിക്കട്ടെ. ഇന്ത്യയുടെ അകത്ത് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽസ് ഒരുപാടുണ്ട്, ഇന്ത്യയുടെ അകത്ത് കൺസ്യൂമർ കോടതികൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്കിപ്പോ വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് കോടതിയുടെ അകത്ത് നമുക്ക് പോവാം, ട്രൈബ്യൂണലിന്റെ അകത്ത് ഏത് വേണമെങ്കിലും പോകാം. അപ്പൊ ജുറിസ്ഡിക്ഷനിലുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ അകത്തുള്ള ഒരു കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇത് അവിടെ പെൻഡിങ് ആണ്. എന്നിരിക്കെ വീണ്ടും അതേപോലത്തെ ഒരു കോടതിയിൽ കൊണ്ടുപോയി വീണ്ടും സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി സ്റ്റേ ആയി പോകും. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഒരു ഫോറിൻ കോർട്ടിലാണ് നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്തത്, അത് അവിടെ പെൻഡിങ് ആണ് എങ്കിൽ അതേ കാര്യം ഇന്ത്യൻ കോർട്ടിന്റെ അകത്ത് ഒന്നുകൂടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് എക്സ്പ്ലനേഷനിൽ പറയുന്നത്. ഡിപെൻഡൻസി ഓഫ് എ സ്യൂട്ട് ഇൻ ഫോറിൻ കോർട്ട് ഡസ് നോട്ട് പ്രിക്ലൂഡ് the courts in India from trying a suit founded on the same course of action. ഓൾറെഡി ഫോറിൻ കോർട്ടിൽ പെൻഡിങ് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ കോടതിക്ക് ഒന്നുകൂടെ പരിഗണിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന കാര്യം എക്സ്പ്ലനേഷൻ മെൻഷൻ ചെയ്യുക. അപ്പോ സെയിം മാറ്റർ, സെയിം പാർട്ടീസ്, സെയിം ഡിസ്പ്യൂട്ട് ആയിട്ടുള്ള കാര്യം ഓൾറെഡി ഒരു കോടതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കോടതി അത് എടുക്കാൻ പാടില്ല, സ്റ്റേ ചെയ്യണം. ഒബ്ജക്റ്റ് എന്തുകൊണ്ടാ? The object of the rule is contained in section 10 is to prevent courts of concurrent jurisdiction from simultaneously entertaining and adjudicating upon two parallel litigation in respect of the same course of action. അതെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് കോടതികളും ഒരേ സമയം വീണ്ടും രണ്ട് കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യും. സമയനഷ്ടം, ഡിസിഷന്റെ അകത്ത് കോൺഫ്ലിക്റ്റുകൾ വരും, മൊത്തത്തില് പ്രശ്നങ്ങൾ സംഭവിക്കും, എന്തോരം ഇഷ്യൂസ് ഉണ്ടാകും. അതെ, അതാണ് ഇവിടെ പറയുന്നത്. പർപ്പസ് എന്താണ്? പ്രിവെന്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് കേസസ് ഇൻ ദി കോർട്ട്. ഒരു കോടതി തന്നെ ഇഷ്ടംപോലെ കേസുകളായി പോകും. പ്രിവെന്റ് പ്ലെയിന്റിഫ് ഫ്രം ഗെറ്റിംഗ് ഡിഫറെന്റ് കോൺട്രഡക്ടറി ഡിസിഷൻ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയിന്റിഫിന് രണ്ട് കോൺട്രഡക്ടറി ആയിട്ടുള്ള ഡിസിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. എറണാകുളത്ത് പറയുന്നത് ഇന്ന ഡിസിഷൻ ആയിരിക്കും, ആലപ്പുഴ പറയുന്നത് വേറെ ഡിസിഷൻ ആയിരിക്കും. പ്രിവെന്റ് ടൈം ആൻഡ് സോഴ്സ് ഓഫ് ദി കോർട്ട്. കോടതിയുടെ സമയം നഷ്ടപ്പെടലാണ്. കാരണം രണ്ട് കോടതി സെയിം കാര്യം എടുക്കുമ്പോൾ ഒരു കോടതിക്ക് വേറൊരു മാറ്റർ പരിഗണിക്കാമായിരുന്നു.
പ്രിവെന്റ് മോർ ലോസ് ഓഫ് ദി ഡിഫൻഡന്റ്. ഡിഫൻഡന്റിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഒരു കോടതി ഒരു ഓർഡർ കൊടുക്കും, വേറെ കോടതി വേറെ ഓർഡർ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഡിഫൻഡന്റിന് കൂടുതലായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് രണ്ടാമത് ഒരു കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്യാൻ പറ്റൂല, അത് സ്റ്റേ ചെയ്യപ്പെടും എന്നാണ് റെസ് അബ്ജുഡൈസ് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിന്റെ അകത്ത് പറയുന്നത്. പോയിന്റ്സ് ടു ബി നോട്ടഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, റെസ് അബ്ജുഡൈസ് അപ്ലിക്കബിൾ ആകണമെങ്കിൽ അതൊരു സിവിൽ സ്യൂട്ട് ആയിരിക്കണം. ഓക്കെ, സിവിൽ സ്യൂട്ട് ആണെങ്കിലാണ് അത് വീണ്ടും റെസ് അബ്ജുഡൈസ് അപ്ലൈ ആവുന്നത്. അതേപോലെ രണ്ട് പാർട്ടീസും ഡിഫറെന്റ് ടൈംസിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, അത് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. ഇന്നൊരു സ്യൂട്ട് ഫയൽ ചെയ്ത് ഡിസിഷൻ ആയിട്ടില്ല, നാളെ വീണ്ടും വന്നൊരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു എങ്കിൽ അവിടെ റെസ് അബ്ജുഡൈസ് അപ്ലൈ ചെയ്യപ്പെടും എന്ന കാര്യം കൂടി പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെസ് അബ്ജുഡൈസ് എന്ന് പറഞ്ഞ മാറ്ററിന്റെ അകത്ത് നോക്കാനുള്ളത്. റെസ് അബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഓൾറെഡി പെൻഡിങ്ങിലായിരിക്കുന്ന സമയത്ത് ഒരു കേസും ചെയ്യാൻ പാടില്ല, മറ്റൊരു കോടതിയുടെ മുമ്പിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല, ആ കോടതി എന്റർടൈൻ ചെയ്യാൻ പാടില്ല, സ്റ്റേ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈനാണ് റെസ് അബ്ജുഡൈസ് എന്ന് പറഞ്ഞ ഡോക്ട്രൈൻ. സെക്ഷൻ 10 ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കുക ശ്രദ്ധിക്കുക. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.